ഇന്നൊരു സിമ്പിൾ ചക്കത്തോരൻ ഉണ്ടാക്കിയാലോ. എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചക്ക കിട്ടി, എന്നാൽ ചക്കത്തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തോരനായതുകൊണ്ട് ഞാൻ ചക്ക നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ നമുക്ക് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും ചെറുള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ച് അരിഞ്ഞു വെച്ച ചക്ക ചേർത്തിളക്കി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു ലേശം വെള്ളം ഒഴിക്കണമായിരുന്നു. അപ്പം ഞാൻ വെള്ളം ഒഴിച്ചത് കുറച്ച് കുറഞ്ഞു പോയി, ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്ക ചെറുതായിട്ടൊന്ന് ഫ്ലെയിമും ഒന്ന് കൂടിയിരുന്നു എന്ന് തോന്നുന്നു. ചക്ക ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചു, പക്ഷേ കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റിനൊന്നും കുഴപ്പമില്ല, ചെറുതായിട്ട്. അപ്പോൾ ഞാൻ പിന്നെ ഉടനെ തന്നെ ഫ്ലെയിം കുറച്ചു. അപ്പോൾ സൂക്ഷിക്കണം, ചക്ക പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ചക്ക പെട്ടെന്ന് വേവും കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പുണ്ടാക്കാം. അരപ്പിനായിട്ട് തേങ്ങ, 2 പച്ചമുളക്, അങ്ങനെ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ 2 പച്ചമുളക് എടുത്തു, 2 വെളുത്തുള്ളി, സ്വല്പം മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടിയാണ് നമ്മൾ തോരന് ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് തരിതരിപ്പായിട്ട്, തോരനായതുകൊണ്ട് കുഴച്ച് വയ്ക്കുകയല്ല, അതുകൊണ്ട് ഞാൻ തരിതരിപ്പായിട്ടാണ് അരച്ചേക്കുന്നത്. അത് വെന്ത ചക്കയിലോട്ട് നമുക്കൊന്ന് ചേർത്തിട്ട് ഞാൻ ഉടനെ ഇളക്കുന്നില്ല. ആ അരപ്പൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വയ്ക്കുകയാണ്, അല്ലെങ്കിൽ അരപ്പ് കൂടി അടുക്കി പിടിക്കും. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഞാൻ വെള്ളം ചേർത്തു. ഞാൻ പറഞ്ഞില്ലേ ഒന്ന് ഡ്രൈ ആയിപ്പോയി, അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ചേർത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പണി. അരപ്പൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഞാൻ 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. കഴിഞ്ഞു, ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിന് കുറച്ചുകൂടെ ഒന്ന് കുഴഞ്ഞു പോയി, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചക്കത്തോരൻ കേട്ടോ.